നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സാന്റിയാഗോ ബെർണാബൂവിൽ റയൽ മാഡ്രിഡിന് വിജയമില്ല എന്ന് തോന്നിച്ച നിമിഷത്തിലാണ് ഫെഡെ വാൽവെർദെയുടെ ഒരു തണ്ടർ ബോൾട്ട് ഷോട്ട്. വാട്ട് എ ഗോൾ! അദ്ദേഹം പെനാൽറ്റി ബോക്സിനുള്ളിൽ നിന്നാണ് ഇത്തവണ ഗോൾ അടിക്കുന്നത്. സാധാരണ പെനാൽറ്റി ബോക്സിന് പുറത്തുനിന്നാണല്ലോ. പക്ഷേ പെനാൽറ്റി ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഷോട്ട് അദ്ദേഹം അടിച്ചങ്ങ് കയറ്റുകയായിരുന്നു അത്ലറ്റിക് ബിൽബാവോയുടെ വലയിലേക്ക്. ഒരു തണ്ടർ ബോൾട്ട് ഷോട്ട് എന്ന് പറയണം. ആ ഗോളിനാണ് റയൽ മാഡ്രിഡ് ഒടുവിൽ വിജയിച്ചേർന്ന കളിയുടെ ഇഞ്ചുറി ടൈമിലായിരുന്നു ഈ ഗോൾ പിറന്നത്. ഏകപക്ഷീയമായ ഒരു ഗോളിൻ്റെ വിജയമാണിപ്പോൾ റയൽ മാഡ്രിഡ് സ്വന്തമാക്കിയിരിക്കുന്നത്. കിലിയൻ എംബാപ്പെ സസ്പെൻഷൻ മൂലം കളിക്കാതിരുന്ന മത്സരത്തിൽ അവരുടെ മുന്നേറ്റത്തിൽ റോഡ്രിഗോയും വിനി ജൂനിയറും ബെല്ലിംഗാമും ഒരുമിച്ചാണ് ഇറങ്ങിയത്. കളിയുടെ ആദ്യ പകുതി ഗോൾ രഹിതം. രണ്ടാം പകുതിയിലും അതുപോലെ തന്നെ കാര്യങ്ങൾ പോകുന്നു. അതായത് റയലിനാണ് വലിയ ആധിപത്യം, പക്ഷെ പന്ത് വലയിലേക്ക് എത്തുന്നില്ല. വിനി ഒരു ഗോൾ അടിച്ചതാവട്ടെ അതിൻ്റെ ബിൽഡപ്പിൽ എൻട്രിക്ക് ഓഫ് സൈഡായി എന്ന് പറഞ്ഞുകൊണ്ട് നിഷേധിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ ഗോൾ രഹിതമായിട്ട് മത്സരം അവസാനിക്കുമെന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് വാൽവെർദെയുടെ ഈ കിടിലൻ ഗോൾ പിറക്കുന്നത്. ആ ഗോളിന് ഒടുവിൽ അവർ വിജയിച്ച് കയറുകയും ചെയ്തു. വാൽവെർദെയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഈ സീസണിൽ ഔട്ട്സൈഡ് ദി ബോക്സിൽ നിന്ന് കിടിലൻ ഗോളുകൾ നേരത്തെ നേടിയിട്ടുണ്ടെങ്കിലും ഇൻസൈഡ് ദി ബോക്സിൽ ലാലിഗയിൽ ഈ സീസണിൽ അദ്ദേഹം ഗോൾ അടിക്കുന്നത് ആദ്യമായിട്ടാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കരിയറിൽ സ്റ്റോപ്പേജ് ടൈമിൽ ഒരു വിന്നർ ലോസ് ബ്ലാങ്കോസിനായിട്ട് നേടുന്നതും ആദ്യമായിട്ടാണ്. എന്തായാലും ഫെഡെ വാൽവെർദെ രക്ഷിച്ചു. ഏകപക്ഷീയമായ ഒരു ഗോളിൻ്റെ വിജയം. ലാലിഗയുടെ ടൈറ്റിൽ റേസിൽ സ്റ്റിൽ റയൽ മാഡ്രിഡ് ബാഴ്സൊക്കെ പുറകിൽ നിൽക്കുകയാണ്. 32 കളിയിൽ നിന്ന് 69 പോയിന്റാണ് റയലിനുള്ളത്. 32 കളിയിൽ നിന്ന് 73 പോയിന്റാണ് ബാഴ്സലോണക്കുള്ളത്. പോരുമുറുകുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.